ഹായ് ഓൾ, സിബിച്ചൻ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം. അതിനു വേണ്ടി 1 കിലോ ഫിഷ്, അതിനുശേഷം ഗാർലിക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കറി ലീവ്സ്, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, തോട്ടുപുളി 2-3 പീസ് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതിനുശേഷം മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ ഉലുവ, കടുക് വറക്കാൻ വേണ്ടി ഉലുവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ചെറിയ ചട്ടിയോ ചീനിച്ചട്ടിയോ നിങ്ങൾ ഏതിലാണോ കടുക് വറക്കുന്നത് അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റി. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടണം. ഞാൻ കടുക് ഇടാറില്ല മീൻകറിക്ക്, ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായി ജസ്റ്റ് ഒന്ന് വഴളുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ നന്നായിട്ട് ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വരണം. ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി വരണം. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം നന്നായിട്ട് ഇത് ഇളക്കി ഇതൊരു ഗോൾഡൻ കളറിലാകുമ്പോൾ വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ അപ്പുറത്ത് തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആവുന്നുണ്ട്. നല്ല വഴുവഴുപ്പൊന്നുമില്ലാത്ത വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറി ലീവ്സും എല്ലാം കൂടെ നന്നായിട്ട് അതിലിങ്ങനെ ഇളക്കി ഒരു ഗോൾഡൻ കളറിലേക്ക് ഈ വെളുത്തുള്ളിയെല്ലാം ആയി വരണം. എന്നാലേ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് റെഡിയായി കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ടായിരുന്നു, അത് വീഡിയോയിൽ മിസ്സായിപ്പോയി. 2 പച്ചമുളക് ഞങ്ങളുടെ മുളക് പൊടിക്ക് അധികം എരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തേക്കുന്നത്. പക്ഷേ അതൊരു വെറൈറ്റി സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും ആ പച്ചമുളക് ആഡ് ചെയ്യുമ്പോഴത്തേനും. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി തീ സിമ്മിലാക്കാൻ ഓർക്കണം. അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിങ്ങനെ ഡയറക്റ്റ് ഇടാൻ പേടിയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മുളക് പൊടി വെള്ളത്തിൽ കുഴച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. വെള്ളത്തിൽ കുഴച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റുന്നിടം വരെ നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് വഴറ്റിയെടുക്കണം. ഈ മുളക് പൊടി ജസ്റ്റ് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. ഈ പച്ചമണമൊക്കെ നല്ലതായിട്ട് മാറി നന്നായിട്ട് ഇളക്കി ഒരു മണം വരും നമുക്ക്. മുളകും ഇതെല്ലാം മൂത്തതിൻ്റെ അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിയും വെള്ളത്തിലിട്ട് വെച്ച പുളി, ആ വെള്ളവും അതിൽ ഉപ്പിട്ടിട്ടുണ്ട്, ആ ഉപ്പും പുളിയും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ വെള്ളം വറ്റി ഈ ചട്ടിയിൽ നിന്ന് ഇത് വിട്ടു വരുന്നൊരു പരുവമുണ്ട്. ആ പരുവം വരെ നമ്മളിത് ഇളക്കണം. എന്നാലേ നമ്മുടെ മീൻ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടത്തുള്ളൂ. നല്ല കല്യാണത്തിനൊക്കെ വിളമ്പുന്ന പോലുള്ള മീൻകറി കിട്ടണമെങ്കിൽ നമ്മളിത് നന്നായിട്ട് വഴറ്റി ആ വെള്ളം വറ്റി ഇങ്ങനെ വരണം. നല്ലൊരു കൊഴുത്തൊരു സ്റ്റേജിലേക്ക് ഇതാവുമ്പോഴാണ് നമ്മൾ ബാക്കി ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇളക്കുമ്പോൾ അതൊരു തിക്ക് ഗ്രേവി ആയിട്ട് മാറി. നേരത്തെ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുമായിരുന്നു, അതിപ്പോൾ ഒരു തിക്ക് ഗ്രേവി ഉണ്ട്. ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ടത്. ചട്ടിയിലൊന്നും പറ്റാതെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ നിങ്ങളിത് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെ ആ ഉപ്പും പുളിയും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം കൂടെ ടേസ്റ്റ് അതിൽ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങും നമ്മളിങ്ങനെ ഇളകുമ്പോൾ തന്നെ. അതിനുശേഷം ഇതിലേക്ക് തന്നെ കുറച്ചായിട്ട് ഫിഷ് ഇട്ട് കൊടുത്ത് ആ ഫിഷിലേക്ക് ആ മുളക് പൊടി അതെല്ലാം കൂടെ ഒന്ന് ഗ്രേവിയാക്കി അപ്പോഴത്തേനും നിങ്ങൾക്ക് ഏത് ചട്ടിയിലാണോ മീൻകറി വെക്കേണ്ടത് ആ ചട്ടിയിൽ നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാം. കുറച്ച് കറി ലീവ്സ് ഇട്ട് അതിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. ഓരോ ഫിഷും അതിൻ്റെ ഇത് ഞാൻ വെക്കുന്ന രീതിയാണേ, നിങ്ങൾക്കിത് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഫോളോ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ വിളമ്പുന്നൊരു മീൻകറി, പോൺകത്തെ മീൻകറി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇതെൻ്റെ ആ ചട്ടി ഒത്തിരി ചെറുതായി പോയതുകൊണ്ടാണ് ഞാൻ പലതായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഇടിച്ചിട്ട് വലിയ ചട്ടിയാണ്, ഒറ്റ പ്രാവശ്യം ഇട്ട് അതിനകത്ത് ഇളക്കി ഇപ്പുറത്തോട്ട് മാറ്റാം. പിന്നെ മീൻ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, കാരണം അത് ഉടഞ്ഞൊന്നും പോകരുത്. വളരെ സോഫ്റ്റായിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പൂണും ഒക്കെ ഇത് എനിക്ക് ഞാനിങ്ങനെ ചെയ്യുന്നത് പരിചയമായതുകൊണ്ടാണ് ഞാൻ ആ സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തടിയുടെ സ്പൂൺ യൂസ് ചെയ്യാം. അപ്പോൾ മീനൊട്ടും ഉടച്ചിലോ ഒന്നും സംഭവിക്കത്തില്ല. ഇതിട്ടിങ്ങനെ മുളകിട്ട് ഇളക്കുമ്പോൾ നന്നായി സൂക്ഷിച്ച് വേണം വേറെ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റാൻ. ഇനി ഈ ചട്ടിയിലാണ് നമ്മൾ മീൻകറി വയ്ക്കാൻ പോകുന്നത്.
അതിനകത്തുനിന്ന് മറ്റേ ചട്ടിയിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് നന്നായിട്ട് മാറ്റി ആ ചട്ടിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം അതിനകത്തുള്ള ആ മുളക് പൊടിയും എല്ലാം ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നല്ലതായിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ആ മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം മതി. ഒരുപാട് വെള്ളവും ഒഴിക്കരുത്. അത് വറ്റി വരാനുള്ള വെള്ളം, വരാനുള്ള വെള്ളം മതി. ആ മീനിൻ്റെ നികക്കെ ഉള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് കുലുക്കി അതിൻ്റെ ചാറും ആ ഗ്രേവിയും ആ മീനും എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ആകത്ത പോലെ നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം. ഇങ്ങനെ കുലുക്കിയിട്ട് വീണ്ടും നമ്മളിനി അടുപ്പത്ത് വെക്കണം. ഇനി നമുക്ക് വീണ്ടും ഞാൻ ഇടയ്ക്ക് ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ഗ്യാസ് കത്തിച്ച് ആദ്യമേ ഞാൻ പുളിയിൽ ഉപ്പിട്ടിരുന്നു. നിങ്ങൾ ഈ സമയത്തിന് ഉപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ആ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മീനിലൊക്കെ പിടിച്ച് വരുമ്പോഴത്തേന് ആ ഉപ്പിൻ്റെ ഒരു അംശം ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഉപ്പും ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഈ ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ആ മീനൊന്നും ഇളകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നടുക്കോ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഉപ്പൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം തന്നെ നല്ലൊരു ഓത്തൻറ്റിക് ടേസ്റ്റ്, ഒരു ഓത്തൻറ്റിക് മണം വരുന്നുണ്ട്. കാരണം കറി ലീവ്സ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് കറി ലീവ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനും നിങ്ങളുടെ ഇതിനും അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒരു 20 മിനിറ്റാണ് നമ്മുടെ മീനിൻ്റെ വേവ് എന്ന് പറയുന്നത്. ആ 20 മിനിറ്റ് മീഡിയം തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചിട്ട് നമ്മളൊന്ന് തുറന്ന ഒരു സ്റ്റേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മീനൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ സൈഡിലോട്ടായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണിതിപ്പം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നല്ല ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ലഭിക്കാൻ വേണ്ടിയാണ് ഈ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ നമുക്കൊരു കറി ലീവ്സും കൂടെ നമുക്കിതിനെ മണ്ടയ്ക്കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കണം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു സ്വല്പം ഉലുവാപ്പൊടിയും കൂടെ വിതറിയിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിട്ടുണ്ട്, സോറി, ക്ഷമിക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ നല്ല അടിപൊളി ടേസ്റ്റി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചുമന്ന് നല്ല കൊഴുത്ത ചാറാണത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മീൻകറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. തുടർന്നും വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ഹാവ് എ നൈസ് ഡേ.